സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലേക്ക് സംഘർഷബാധിത മേഖലകളുടെ തൽസ്ഥിതി പരിശോധിക്കും. ജഡ്ജി BR ഗവായിയുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ സന്ദർശനം. അച്യുതനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എപ്പോഴാണ് ഇവർ മണിപ്പൂർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത്? വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ട്? കീർത്തന, ഈ വരുന്ന ശനിയാഴ്ചയാണ് ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂർ സന്ദർശിക്കാനായി ഒരുങ്ങുന്നത്. നിലവിൽ 6 ജഡ്ജിമാരുടെ സംഘമാണ് മണിപ്പൂരിലെ ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. നിലവിലെ ജനജീവിതത്തിലെ പുരോഗതി എന്താണ്, സംസ്ഥാനത്തെ തൽസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സംഘം പരിശോധിക്കുക. ഒപ്പം തന്നെ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്, അവർക്ക് നൽകേണ്ട മറ്റ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സംഘം കൃത്യമായി പരിശോധിക്കും. കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ സ്വമേധയാ സ്വീകരിച്ച ഒരു കേസ് നിലവിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉള്ളവയ്ക്കെതിരെയായിരുന്നു സുപ്രീം കോടതി സ്വമേധയാ അന്ന് കേസ് സ്വീകരിച്ചത്. എന്തായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ ഒരു പ്രത്യേക സംഘം മണിപ്പൂർ സന്ദർശിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇതിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, MM സുദ്രേഷ്, KV വിശ്വനാഥൻ, N കോടീശ്വർ ഉൾപ്പെടെയുള്ള ജഡ്ജിമാരാണ് ഈ സംഘത്തിലുള്ളത്. എന്തായാലും ഈ സന്ദർശനത്തിന് ശേഷം എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ള കാര്യങ്ങൾ അത് സുപ്രീം കോടതി പരിശോധിച്ച് തുടർ നടപടികൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കീർത്തന. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ജഡ്ജിമാർ മണിപ്പൂർ സന്ദർശനം ഈ ശനിയാഴ്ചയാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള സന്ദർശനമാണ്.